യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി അവസാനവട്ടവും ശ്രമങ്ങൾ നടത്തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഇന്ത്യയും ഹൂതി നിയന്ത്രിത സനായിലെ സർക്കാരുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ നയതന്ത്ര ഇടപെടലുകൾ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും ഇന്ത്യക്ക് ഹൂതികളുമായി നയതന്ത്ര ബന്ധമില്ലാത്തതുമാണ് പ്രശ്നം. എങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ കഴിയുമെന്ന് കുടുംബം വിശ്വസിക്കുന്നു. അതുപോലെ സാധാരണക്കാരായ കുറെ ആളുകളും മോചനത്തിന് വേണ്ടി മനസ്സുകൊണ്ട് ആശിക്കുന്നുണ്ട്. എന്തായാലും നല്ലതിനു വേണ്ടി പ്രത്യാശിക്കാം. അതേസമയം ഇതോടൊപ്പം ചർച്ചയാകുന്ന ഒരു കാര്യം യമനിലെ ശിക്ഷാ രീതികളെ കുറിച്ചാണ്. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നതാണ് യമനിലെ ശിക്ഷാ രീതി. എന്താണ് യമനിലെ ശിക്ഷാ രീതി എന്നും പരിശോധിക്കാം. യമനിലെ നിയമം അനുസരിച്ച് വധശിക്ഷയ്ക്കായി 4 രീതികളാണ് യമനിൽ നടപ്പിലാക്കുന്നത്. എന്നിരുന്നാലും അവയിൽ ഒന്ന് മാത്രമേ കൂടുതലായി അടുത്ത കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നുള്ളൂ. തീർത്തും പ്രാകൃതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശിക്ഷാ രീതി. കല്ലെറിയൽ, തൂക്കിക്കൊല്ലൽ, ശിരച്ഛേദം, വെടിവെച്ച് കൊല്ലുക എന്നിവയാണ് യമനിലെ ശിക്ഷാ രീതികൾ. എന്നിരുന്നാലും ഇന്ന് കൂടുതലായി നടപ്പിലാക്കുന്നത് കുറ്റം ചെയ്ത വ്യക്തിയെ വെടിവെച്ച് കൊല്ലുക എന്ന രീതിയാണ്. ഇപ്പോൾ നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ടുള്ള ഏക വഴി എന്നത് മഹദിയുടെ കുടുംബം അവർക്ക് മാപ്പ് നൽകുക എന്നത് മാത്രമാണ്. ഇതിലൂടെ മാത്രമേ വധശിക്ഷ ഒഴിവാക്കാൻ കഴിയൂവെന്നാണ് സാമൂഹ്യ പ്രവർത്തകനും സേവ് നിമിഷപ്രിയ കൗൺസിൽ അംഗവുമായ ബാബു ജോൺ BBC-യോട് പറഞ്ഞത്. അവരുടെ മാപ്പ് അല്ലെങ്കിൽ മറ്റു ഡിമാൻഡുകൾക്കായി തങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. വധശിക്ഷ തീയതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ജയിൽ അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അവളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ വെടിവെച്ചുകൊണ്ടുള്ള ശിക്ഷാ രീതിയാണ് യമനിൽ കൂടുതലായി നടപ്പിലാക്കുന്നത്. കൊല്ലാൻ പോകുന്ന പ്രതിയെ ഒരു പുതപ്പിൽ പൊതിഞ്ഞ് മൂടി തറയിലേക്ക് കിടത്തിക്കൊണ്ടാണ് വെടിവെക്കുന്നത്. ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്നതിനാൽ തന്നെ ഒന്നിലധികം വെടിയുണ്ടകളും ശരീരത്തിൽ പതിക്കും. ഒരാൾ മാത്രമാണ് ഈ ശിക്ഷ നടപ്പാക്കാനുണ്ടാകുക. വെടിവെക്കുന്നതിന് മുമ്പ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ പ്രതിയുടെ ഹൃദയത്തിന്റെ സ്ഥാനം ചൂണ്ടിക്കാണിക്കും. ആരാശരായ ആ വ്യക്തി ഹൃദയത്തിന്റെ സ്ഥാനം വരുന്ന രീതിയിൽ ഒന്നിലധികം തവണ പ്രതിയുടെ പുറകിൽ നിന്ന് വെടിയുതിർക്കും. യമനിലെ പൊതുവിടങ്ങളിലും അല്ലാതെ സ്വകാര്യമായ സ്ഥലങ്ങളിലും വെച്ച് ഇത്തരത്തിൽ ശിക്ഷ നടപ്പാക്കാറുണ്ട്. എന്നാൽ മുൻപ് പറഞ്ഞ രീതിയിലെ കല്ലെറിഞ്ഞുള്ള ശിക്ഷ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും നടപ്പിലാക്കിയിട്ടുമില്ല. വധശിക്ഷാ നടപടികൾക്ക് കുപ്രസിദ്ധമാണ് യമൻ. പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും അതിൽ മാറ്റം വന്നിട്ടില്ല. നീണ്ട വിചാരണകൾക്ക് ശേഷം ആളുകൾക്ക് വധശിക്ഷ വിധിക്കപ്പെടുന്നതിൽ മനുഷ്യാവകാശ സംഘടനകൾ പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗിക രേഖകൾ പ്രകാരം 2023 13ലധികം പേരെയാണ് യമനിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. എന്നിരുന്നാലും മിക്ക വധശിക്ഷകളും പരസ്യമാക്കുന്നില്ലെന്നും എണ്ണം ഇതിലും കൂടുതലാകുമെന്നും വിവരങ്ങളുണ്ട്. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമായി നിൽക്കുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളുടെ കാഠിന്യമെന്നാണ് ഉന്നത വൃത്തങ്ങൾ പറയുന്നത്. യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയെ കൊന്ന് 100ലധികം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു നിമിഷപ്രിയ. ഇതാണ് കുറ്റകൃത്യത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. യമനി നിയമപ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് അവസാന നിമിഷം പോലും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് മാപ്പ് നൽകാൻ സാധിക്കും. അതിനാൽ പ്രതീക്ഷ കൈവിടാതെ അവസാനവട്ട ശ്രമങ്ങൾ നടത്തുകയാണ് ബന്ധപ്പെട്ടവർ. അതിനിടെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഈ അവസ്ഥ നിർഭാഗ്യകരമാണെന്നും പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു. എല്ലാ വിധത്തിലുമുള്ള ചർച്ചകൾ നടത്തിയതായും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്.